ഇന്നലെ ബാലൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. ചിദംബരമാണ് അതിൻ്റെ ഡയറക്ടർ. സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ജിത്തു മാധവനാണ്. ചിദംബരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാനേമൻ എന്നുള്ള സിനിമ അത് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കില്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫാനായി മാറുകയാണ്. പിന്നീട് മഞ്ഞമ്മൽ ബോയ്സ് ഒരു കോമഡി പാറ്റേണിൽ വരുമെന്ന് വിചാരിച്ചെങ്കിലും അത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലേക്കാണ് മഞ്ഞുമൽ ബോയ്സ് വന്നത്. അതുപോലെ തന്നെ ജിത്തു മാധവൻ്റെ കാര്യമാണെങ്കിൽ തന്നെയും ആവേശത്തിന് മുമ്പ് രോമാഞ്ചം കണ്ടപ്പോൾ തന്നെ ഞാൻ 2 തവണ രോമാഞ്ചം തിയേറ്ററിൽ പോയി കണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന ആവേശം, അതോടുകൂടി നമുക്ക് മനസ്സിലായി അദ്ദേഹം ഒരു ബ്രില്യൻറ്റ് ഡയറക്ടറും നല്ലൊരു സ്കില്ലുള്ള മനുഷ്യനാണ്. പക്ഷേ പിന്നീട് അത് കഴിഞ്ഞ് ജിത്തു മാധവൻ സ്ക്രിപ്റ്റ് എഴുതിയൊരു പടമായിരുന്നു പൈങ്കിളി. അത് കണ്ടു തീർക്കാൻ നല്ല പാടുപെട്ടു. കാരണം ഒരു എൻഗേജിങ് അല്ലാത്തൊരു പടമായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ജിത്തു മാധവനോടുള്ള ഒരു പ്രതീക്ഷ പോയിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ നമുക്കെന്തോ ഒരു തട്ടിക്കൂട്ട് പോലെ ഫീൽ ചെയ്തിരുന്നു. അതിനുശേഷം ജിത്തു മാധവും ചിദംബരവും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഒരു സന്തോഷമുണ്ടായി. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ പൈങ്കിളിയുടെ സ്ക്രിപ്റ്റിൻ്റെ ലെവൽ നമുക്ക് ഓർക്കുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്ങനെയാവും ഇത് വരിക എന്നുള്ളത്. പക്ഷേ ചിദംബരം എന്ന് പറയുന്ന ഡയറക്ടർ വളരെ ടാലൻ്റുള്ളൊരു മനുഷ്യനും പ്രേക്ഷകരെ പൾസർ ചെയ്യാവുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ബാലൻ സിനിമയ്ക്ക് സംഭവിച്ചത്, ബാലൻ എല്ലാം കൊണ്ടും നല്ലൊരു ചിത്രമാണ്. അതിൻ്റെ കഥയായിക്കോട്ടെ, സംഭാഷണം ആയിക്കോട്ടെ, അതിൻ്റെ ക്യാമറ എല്ലാം, അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു വല്യമ്മയുണ്ട്, അതുപോലെ നായിക. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് അതിനകത്ത് ബീന ആൻ്റണിയുടെ റോള്. ബീന ആൻ്റണി വളരെ, നമുക്ക് ബീന ആൻ്റണീനെ മലയാള സിനിമ സത്യം പറഞ്ഞാൽ ഉപയോഗിച്ചില്ല എന്നുള്ളൊരു സങ്കടം ഈ ഒരു സിനിമ ആണ് നമുക്ക് തോന്നും. കാരണം അത്രയ്ക്ക് നമുക്ക് ബീന ആൻ്റണി അഭിനയിക്കാൻ നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. അത്രയ്ക്ക് ടാലൻറ്റഡ് ആക്ടറാണ് ബീന ആൻ്റണി, അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. നായികയാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. കൊച്ചു പയ്യൻ, ബാലനായിട്ട് അഭിനയിച്ച പയ്യൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തു. ഏറ്റവും എടുത്ത് പറയേണ്ടത് ലാൽ ജൂനിയർ ഒരു രക്ഷയില്ല. നല്ല ലാലിന് ശേഷം നമുക്ക് പഴയ ലാലിനെ നമുക്ക് ഇതിനകത്ത് പുള്ളിയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതാണ്. ഈ പടത്തിലേക്ക് വന്നാൽ, പടത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ള സിനിമ ഇപ്പം അന്ന് ഇറങ്ങിയില്ല എന്ന് വിചാരിക്കുക. ആ ഇറങ്ങേണ്ട സിനിമ ഇപ്പോഴാണ് ഇറങ്ങിയെങ്കിൽ നമ്മൾ എന്തു പറയും? കാരണം ഉണ്ണികളൊരു കഥ പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് മോശമല്ല, നല്ല സംവിധാനമാണ്, നല്ല കഥയാണ്, നല്ല പാട്ടാണ്. പക്ഷെ നമുക്ക് ഇപ്പം കണ്ടാൽ നമുക്ക് ഒരു ക്ലീഷേ ഫീൽ ചെയ്യില്ലേ? ആ സെയിം സാധനമാണ് നമുക്ക് ബാലൻ കാണുമ്പോഴുള്ള പ്രശ്നം. കാരണം ഒന്നുകിൽ ഇത് ജിത്തു മാധവന് സിനിമ മോഹം തുടങ്ങിയ സമയത്ത് മനസ്സിലുള്ളൊരു സ്ക്രിപ്റ്റായിരിക്കണം ഈ ബാലനിലെ സ്ക്രിപ്റ്റ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പല സംവിധായകർക്കും പറ്റുന്നൊരു പ്രശ്നമുണ്ട്. അവർ സിനിമാ മോഹമായിട്ട് നടക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ചില തിരക്കഥകളുണ്ട്. അതിങ്ങനെ മനസ്സിലിട്ട് ഡെവലപ്പ് ചെയ്ത് ഇത് ഇവർക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഈ കഥ അത് ചിലപ്പോൾ ക്ലീഷയായി പോയി കാണുമായിരിക്കും, എങ്കിലും ഈ കഥ അവർക്ക് കളയാൻ തോന്നത്തില്ല. അങ്ങനെ ഉദാഹരണമുണ്ട്. വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ പണ്ട് വിശുദ്ധൻ എന്നൊരു സിനിമ ചെയ്തായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പണ്ട് തോന്നിയൊരു കഥയാണ്. പക്ഷേ ഇവർക്ക് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ വളർന്ന് എത്ര നിലയിലെത്തിയാലും ഈ കഥ അവരുടെ മനസ്സിൽ നിന്ന് പോയില്ല എന്ന് പറഞ്ഞ പോലെ ജിത്തു മാധവന് പറ്റിയൊരു സംഭവമാണ് ഈ ബാലൻ എന്ന സിനിമയുടെ കഥ. ഒരു പക്ഷേ പുള്ളി പണ്ട് തൊട്ട് മനസ്സിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 45 വയസ്സടുത്തായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ 30 വയസ്സോ 25 വയസ്സോ തൊട്ടേ ഉള്ളൊരു കഥയായിരിക്കും ഈ ബാലൻ്റെ കഥ. പക്ഷേ കഥ എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷെ അത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇറങ്ങാൻ പറ്റിയതുമല്ല. ഒരുപാട് ക്ലീഷേ സീൻസ് ഉണ്ട്. പണ്ടൊക്കെ ചില സിനിമയ്ക്കകത്ത് കാണാം, കൊക്കയിലേക്ക് ഒരാൾ വീണ് കഴിഞ്ഞാൽ ആ വീണ ആളെ ആദിവാസികൾ രക്ഷിക്കുന്നു. അത് അന്നത്തെ സിനിമ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല. ഇന്നാ കാണുന്നെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലേ? അതുപോലെ ചില പയ്യന്മാർ, സിനിമയുടെ നായകൻ എല്ലാം ഉപേക്ഷിച്ച് ബോംബെ തെരുവിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പം ഒരു ഉന്തുവണ്ടിയിൽ ബണ്ണ് വിൽക്കുന്നൊരു ആൾ കാണും. അയാളുടെ മുമ്പിൽ ആദ്യം ബണ്ണ് അയാളൊന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പിന്നെ ഈ കടക്കാരനെ പുറകെ നിന്ന് മാറുന്നില്ല. അവസാനം കടക്കാരൻ ആ കുട്ടിയെ അദ്ദേഹത്തിൻ്റെ കടയിൽ നിർത്തുന്നു, വളർത്തുന്നു, പിന്നെ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരുപാട് ക്ലീഷേ സംഭവമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ സീനൊന്നും ഈ സിനിമയിലുള്ള സീനല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇൻ്റർവെൽ വരെ പടം ഒരു രക്ഷയില്ല. ഇൻ്റർവെൽ വരെ നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാലും അതിനകത്ത് ഒരുപാട് ആ ക്ലീഷേ ഉണ്ട്. ക്ലീഷേ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം അത് അന്നാണ് ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ അന്ന് ഇറങ്ങിയൊരു പടമാണെന്ന് പറഞ്ഞ് വേണം നമുക്ക് വീണ്ടും ഈ പടം ഇരുന്ന് കാണാം ഇപ്പോഴും. അങ്ങനെയാണ് ഈ പടത്തിന് പറ്റിയൊരു സംഭവം. പക്ഷേ
കൊടുത്ത പൈസയ്ക്ക് മുതലായി എന്ന് വെച്ചാൽ മുതലായി. ഇൻ്റർവെൽ വരെയുള്ള അവിടെ ഒരു വല്യമ്മയുടെ ഒരു സീനുണ്ട്. ആ അമ്മ തന്നെയാണ് ഇതിനകത്തെ പുകവലിക്കരുത് എന്നുള്ള തുടക്കത്തിൽ സംഭാഷണമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് പൈസയ്ക്കുള്ളതുണ്ട്, പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്നുള്ള കേസ് ഇതാണ്. ഒരു പഴഞ്ചൻ കഥയാണ് ഇത്. നമുക്ക് ചിലപ്പോൾ ഒരു നോവലൊക്കെ ആക്കിയിരുന്നെങ്കിൽ നമ്മൾ ഈ ഒറ്റ ഇരിപ്പിൻ്റെ ഒന്ന് വായിക്കുന്നൊരു നോവലായിരിക്കും ഈ ബാലൻ എന്നുള്ള കഥ. കാരണം ആ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളും ഇതിലെ കഥാപാത്രങ്ങളും എല്ലാം നമ്മുടെ മനസ്സിലിരിക്കുന്നതും അതുപോലെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. പക്ഷെ കാലഘട്ടം മാറി ഇറങ്ങിയൊരു സിനിമയാണ് ബാലൻ. എന്നാലും പടം നമുക്ക് കണ്ടിരിക്കാം. അങ്ങനെ മോശം സിനിമയൊന്നുമല്ല. പണ്ടത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇപ്പം പെട്ടിയിലിരുന്നിട്ട് ഇറങ്ങിയതാണ് എന്ന് വിചാരിച്ചൊക്കെ വേണമെങ്കിൽ കണ്ടാൽ നല്ല നമുക്ക് ഫീൽ കിട്ടും. ഏതായാലും നിങ്ങളും പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം അടിയിൽ കമൻറ്റ് ചെയ്യുക. ബൈ.